അത് ഉടമ്പടിയുടെ ലാഗിങ്സ്, ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയങ്ങൾ ചിലത് താമസിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ തിരക്കൊണ്ടിരുന്നത്. എന്തായാലും ഒന്ന് ഉടമ്പടിയിലെ വില്ലന്മാരാണ്, അല്ലേ? അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഉടമ്പടിക്ക് വില്ലന്മാരുണ്ടാകും. എബ്രഹാത്തിന് വില്ലനുണ്ടായിരുന്നു, ലോത്ത് എബ്രഹാത്തിന് ഡയറക്റ്റ് വില്ലനല്ലെങ്കിലും സാറായെ സംബന്ധിച്ചിടത്തോളം ലോത്ത് ഉണ്ടാക്കിയ സമ്മർദ്ദങ്ങളാണ്. എബ്രഹാം പ്രായമായി മരിക്കുകയും മറ്റൊരു ലോത്ത് ശക്തി പ്രാപിക്കുകയും ചെയ്ത സാറയുടെ ലൈഫ് സമ്മർദ്ദത്തിലാവും. അതുകൊണ്ടാണ് ആ സമ്മർദ്ദമാണ് എബ്രഹാത്തിന് സമ്മർദ്ദപ്പെടുത്തിയിട്ടാണ് ഹാഗറിനെ പ്രാപിച്ചിട്ട് ദൈവിക പദ്ധതി ഉടമ്പടി ബ്രേക്ക് ആകണത്. അപ്പം എബ്രഹാം ഒരിക്കലും എബ്രഹാത്തെ വിശ്വാസികളുടെ പിതാവാണെന്ന് പറഞ്ഞത് പൗലോസാണ്. കാര്യം യഥാർത്ഥ വിശ്വാസികളുടെ പിതാവിനെ പൗലോസ് കാണാത്ത കൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അത് അമ്മയാ ശരിക്കും. അതേപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൺകറൻസ് ഉള്ള അമ്മയ്ക്കല്ലേ ഉള്ളൂ. അമ്മയെ കണ്ടപ്പോഴല്ലേ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയണത്, മേരി, കർത്താവ് നിന്നോട് അളിച്ചത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ശരിക്കും പറഞ്ഞാൽ സുവിശേഷം വിശ്വാസത്തിൻ്റെ വക്താവായിട്ട്, മദർ ഓഫ് ഫെയ്ത്ത് ആയിട്ട് കാണിക്കുന്നത് മറിയത്തെയാണ്. ഇവരാണ് ഉടമ്പടിയുടെ മധ്യസ്ഥ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ. കാര്യം യേശുവിനും ആ വീട്ടുകാരനും ഇടയിൽ, അല്ല യേശുവിനും ദൈവത്തിനും ഇടയിൽ മറിയം ഉടമ്പടിയുടെ മധ്യസ്ഥയാണ്. അപ്പം നമ്മൾ ഈശോനോടല്ലേ ഉടമ്പടി ചെയ്യണത്, ഈശോനോടല്ലേ നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഈ എബ്രഹാത്തിന് മോസസും ഇല്ലാതിരുന്നൊരു ആനുകൂല്യം നമുക്കുണ്ട്. ആരാണത്? മറിയമാണ്. മറിയമാണ് അതിൻ്റെ ഫെസിലിറ്റേറ്റർ, ഒരു നാവിഗേറ്റർ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഉടമ്പടി നാവിഗേറ്ററാണ്. അമ്മ എന്ന് പറഞ്ഞ പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് നാവിഗേറ്ററാണ്. ചില അമ്മയെ സംബന്ധിച്ചിടത്തോളം പിതാവായ ദൈവത്തിന് ഒരു മോശം ഇൻസ്ട്രുമെൻ്റ് അല്ല. മറിയത്തെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിൻ്റെ അനാദി കാലം മുതൽ തന്നെ പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു സെക്യൂറായിട്ട് അവരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ തന്നെ അമലോത്ഭവമാണ് ആ പാക്കേജിലുള്ളത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഒരു പ്രത്യേക സൃഷ്ടിയാണ് അത്, ഫോർ റിഡംഷന് വേണ്ടിയുള്ള. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കംപ്ലീറ്റ് ഈ മറിയത്തിന് ഒത്തിരിയേറെ ഗുണങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൃപാസന ഉടമ്പടിയുടെ മധ്യസ്ഥ എന്ന് പറയുന്നത്, നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിക്ക് മധ്യസ്ഥ കംപ്ലീറ്റ് മധ്യസ്ഥയാണ്. ആര്? മറിയം. അതുകൊണ്ടാണ് അമ്മയുടെ ആശീർവാദം നമ്മൾ നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ എന്തൊരു ഐശ്വര്യമാണ് ആ ഉടമ്പടിക്ക് ആശീർവാദം കാണാൻ. കാര്യം മറിയമാണ് എൻ്റെ നിറഞ്ഞു നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഞാനും ദൈവവും തമ്മിലുള്ള ഉടമ്പടിക്ക് മറിയം സാക്ഷി. ജോഷുവ 24:27 അതിസുന്ദരമായ ഒരു സാക്ഷ്യവചനമുണ്ട്. ജോഷുവ ജനത്തോട് പറഞ്ഞു, ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, കർത്താവ് നമ്മോട് അരുൾ ചെയ്ത എല്ലാ വചനങ്ങളും ഇത് ശ്രവിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ ദൈവത്തോട് അവിശ്വസ്തമായി വർത്തിക്കാതിരിക്കുന്നതിന് ഇത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ. അതായത് ഈ മരിയൻ ഉടമ്പടിയിൽ പഴയ നിയമത്തിൽ ഉടമ്പടിക്ക് സാക്ഷിയാക്കണത് കല്ലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് എല്ലാ വചനങ്ങളും കേട്ടിട്ടുണ്ടെന്നാണ് പറയണത്. എല്ലാ വചനങ്ങളും കേട്ട ഒരാൾ ശരിക്കും പറഞ്ഞാൽ മറിയമാണ്. എന്താ കാര്യം? മറിയമാണ് വചനത്തെ മാംസമാക്കിയത്. വചനത്തെ മാംസമാക്കിയെന്ന് പറഞ്ഞാൽ വാഗ്ദാനത്തെ മാംസമാക്കിയതാണ്. അത് നമ്മൾ വായിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ക്രിസ്തുവിൽ വാഗ്ദാനങ്ങളെല്ലാം അതേ എന്നാണെന്ന് 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. അപ്പോഴേ ക്രിസ്തുവിനെയാണ്
വചനത്തിലൂടെ മാതാവ് ഗർഭം ധരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ വാഗ്ദാനങ്ങളെയുമാണ് മാതാവ് ഗർഭം ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ജോഷുവ പറയണത്, ഈ കല്ല് എല്ലാ വചനങ്ങളും കേട്ടതാണെന്ന്. പഴയ നിയമത്തിലെ ആ ഉടമ്പടിക്ക് കല്ലാണ് വചനം കേട്ടെങ്കിൽ പുതിയ നിയമത്തിലെ മറിയമാണ് വചനം കേട്ടിരിക്കുന്നത്. എല്ലാ വചനം കേട്ടത്, എല്ലാ വചനങ്ങളും ക്രിസ്തുവിൽ അദ്ദേഹം തന്നെ ആയതുകൊണ്ട് ക്രിസ്തുവിനെ സംവഹിച്ചത് മറിയമാണ്. അവരാണ് നമ്മളുടെ മീഡിയേറ്ററായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതക്രമവും മാതൃകയും മധ്യസ്ഥവും നമ്മൾ അനുകരിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം പുരോഗമിപ്പിക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എബ്രഹാം സംഭവിച്ച പോലെയും മോശം സംഭവിച്ച പോലെയും ലാഗ് ചെയ്യേണ്ട കാര്യമില്ല, താമസിക്കത്തില്ല. കർത്താവ് അതുകൊണ്ടാണ് സമയമായില്ല എന്ന് പറഞ്ഞിട്ടും ആകാത്ത സമയം മറിയത്തിൻ്റെ വാഗ്ദാനത്തെ പ്രാർത്ഥനയിലാക്കിയെടുത്തത്. അപ്പോൾ ആ മറിയം മധ്യസ്ഥയും മാതൃകയും സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്.